ഇന്ത്യ, ഭാരതം എന്ന ആശയത്തെയും ഇന്ത്യ എന്ന ആഴത്തെയും നമ്മൾ നല്ലവണ്ണം പഠിക്കുന്നവരാണ്. ഈ രാജ്യത്തിൻ്റെ സംസ്കൃതിയിൽ ഏറ്റവും നല്ല സംഭാവന നൽകുന്ന ആളുകളാണ് ഈശോയുടെ പേരിൽ അറിയപ്പെടുന്ന എല്ലാവരും. സുവിശേഷത്തിൽ ഈശോ ഒരു പ്രത്യേക അവസരത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളെ ഞാൻ ആദ്യം വിട്ടപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. മനുഷ്യയില ഇല്ലായിരുന്നു, ചെരുപ്പുകളില്ലായിരുന്നു, ഭരണങ്ങളിലായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ? അവർ പറഞ്ഞ ഒന്നിനും കുറവില്ല. എവിടെ ചെന്നാലും നമ്മളെ സ്വീകരിക്കുമായിരുന്നു. പിന്നീട് ഈശോയുടെ അവസരത്തിൽ ഈശോ തന്നെ കുറ്റവാളിയായിട്ട് വധിക്കപ്പെടാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്ന വേളയിൽ ഈശോ പറഞ്ഞു, ഇപ്പോൾ മനുഷ്യനുള്ളവൻ അത് എടുക്കട്ടെ, അതുപോലെ പണവും. വാളില്ലാത്തവൻ സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങിക്കട്ടെ. വലിയൊരു തിരുവചനമാണ്. വാളില്ലാത്തവൻ പുറം കുപ്പായം വിറ്റ് വാൾ വാങ്ങിക്കാം. ശിഷ്യന്മാർ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് 2 വാളുണ്ട്. ഒരുപക്ഷെ അത് മത്സ്യബന്ധത്തിന് ഉപയോഗിക്കുന്ന വലിയ ഒരുപാട് പോലെയുള്ള കാര്യങ്ങളായിരിക്കാം അവരുദ്ദേശിച്ചത്. ഞങ്ങൾക്ക് 2 വാളുണ്ട്. ഈശോയ്ക്ക് മനസ്സിലായി, അവർക്ക് അതിന്റെ ആഴങ്ങൾ മനസ്സിലായിട്ടില്ല. അപ്പോൾ കർത്താവ് പറയുന്നത് അത് മതി. പക്ഷെ പിന്നീട് ആദിമസഭയുടെ ചരിത്രത്തിൽ സുവിശേഷം വ്യാഖ്യാനിക്കപ്പെട്ടപ്പോൾ സഭയിലെ വ്യാഖ്യാന്മാര് ഒന്നിനു പുറകെ ഒന്നായിട്ട് പറഞ്ഞു തുടങ്ങി. ഈ 2 വാളുകൾ പഴയ നിയമവും പുതിയ നിയമവുമാണ്. എന്നാൽ കർത്താവ് ഉദ്ദേശിച്ചത് 2 നിയമങ്ങളാണെങ്കിൽ പഴയതും പുതിയതും അത് മതി. അതാണ് കർത്താവ് ആഴത്തിൽ ഉദ്ദേശിച്ചത്. അത് മതി, മറ്റൊന്നും നമുക്ക് വേണ്ട. പുറകുപ്പായം നമുക്ക് നൽകുന്ന ഒരു പ്രൊട്ടക്ഷനാണ്, ഒരു ഐഡന്റിഫയിങ് മാർക്കാണ്. അത് നമ്മളെ സംരക്ഷിക്കുന്ന സംവിധാനങ്ങളുടെ അടയാളമാണ്. പുറകുപ്പായം വിറ്റ് അത് വലിച്ച് കഴിഞ്ഞ് നമ്മളുടെ സൗകര്യങ്ങളെല്ലാം മാറ്റിവെച്ച് തിരുവചനമാകുന്ന വാള് എടുത്ത് ആഴത്തിൽ പഠിച്ചാൽ മാത്രമേ എന്റെ സുവിശേഷം നിങ്ങൾക്ക് ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഭൂമിയിലെ വാളെടുത്ത് പത്രോസ് ഗെത്സമേനിൽ വെച്ച് ഒരാളുടെ കഴുത്തും ചെവിയും ഒക്കെ വെട്ടിയല്ലോ. ഈശോ പറഞ്ഞു, വാള് കുറയില്ല. കഥാപദേശിച്ച വാള് ഭൗമിക വാളല്ല, അത് നമ്മളുടെ ഉറയിൽ കിടന്നാൽ മതി. ഉറയിൽ വാള് കിടക്കുമ്പോഴും നമ്മളെ ഒരു ഡിസ്റ്റർബ് ചെയ്യും. നടക്കുമ്പോൾ ഇരിക്കുമ്പോഴല്ല. ആ ഡിസ്റ്റർബൻസ് ഒരു മുള്ളായിട്ട് നിങ്ങളുടെ മുഖത്തിൽ ഉണ്ടായാൽ മതി. നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ദൈവവചനമാകുന്ന വാളാണ്. ഈ 2 ബഹുമാനപ്പെട്ട ലിംഗാരൻ സിസ്റ്റേഴ്സ് ഈ വാളുമായിട്ടാണ് ജയിലിലിരിക്കുന്നത്. എത്രയോ സൗമ്യമായിട്ടാണ്, ശാന്തമായിട്ടാണ് അവരുടെ ജയിലിനുള്ളിൽ ഇരിക്കുന്നത്. ഒരു പരാതിയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഈ 2 വാളുകൾ ധരിച്ചിട്ടുണ്ട്. ആത്യന്തികമായിട്ടുള്ളത് ഈശോയാകുന്ന ആ വാളാണ്. മറ്റാർക്കും ജയിലിനുള്ളിൽ ഇത്ര ശാന്തതയോടെ പെരുമാറപ്പെടുമെന്ന് തോന്നുന്നില്ല. ലോകത്തെ അവർ പഠിപ്പിക്കുകയാണ്, ഭാരതത്തെ അവർ പഠിപ്പിക്കുകയാണ്. ഏത് പ്രതിസന്ധികളിലും സമചിത്തതയോടെ നമ്മൾ പെരുമാറണം എന്ന് പഠിപ്പിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും 2 നല്ല
പാഠപുസ്തകങ്ങളാണ്. ജീവിതത്തിൽ എത്രമാത്രം സങ്കടങ്ങൾ, വേദനകൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ. സെനഗസ്റ്റിൻ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതെല്ലാം ഉപേക്ഷിച്ച് പോകാൻ കഴിയും. എന്തിനാണ് ഈ ക്ലേശകരമായ വൈദിക ശുശ്രൂഷ, സമർപ്പിത ശുശ്രൂഷ, മേലധ്യക്ഷ ശുശ്രൂഷ? അഗസ്റ്റിൻ പറയുന്നത് ശരിയാണ്. പക്ഷേ സുവിശേഷം എന്നെ നിർബന്ധിക്കുന്നു. സുവിശേഷം എന്നെ നിർബന്ധിക്കുന്നു. അതാണ് അദ്ദേഹം കൊടുത്തത്. ജയിലിലായിരിക്കുന്ന ഈ സഹോദരിമാരും നമ്മോട് സംസാരിക്കുന്നത് ഈ കാര്യം തന്നെയാണ്. സുവിശേഷം ഞങ്ങളെ നിർബന്ധിക്കുന്നുണ്ട്. ഈ സഹനം ഇതുപോലെ ഏറ്റെടുക്കണം, അത് ഇന്റഗ്രേറ്റ് ചെയ്യണം, അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കണം എന്ന് വലിയൊരു കാഴ്ചപ്പാട്, ഒരു തുറവി ഈ സംഭവം നമുക്ക് നൽകി. ക്രൈസ്തവര് ഈ രാജ്യത്ത് അംഗബലം കൊണ്ട് പവർഫുൾ അല്ലായിരിക്കാം, പക്ഷേ അവരുടെ മൂല്യങ്ങൾ കൊണ്ട് അവര് ഇൻഫ്ലുവൻഷ്യലാണ്. അതാണ് ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത്. ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നത് എന്താണ്? ഈ രാജ്യത്തുള്ള നമ്മളുടെ സമർപ്പിതരുടെ പ്രാധാന്യമാണ്. സമർപ്പിതർക്ക് സഭയിലും രാജ്യത്തുമുള്ള പ്രത്യേകതകളാണ്. അവർ ജയിലിലായിരിക്കുമ്പോഴും അവര് സുവിശേഷം പ്രസംഗിക്കുകയാണ്. സുവിശേഷത്തിൽ നിന്ന്, സുവിശേഷം ആവശ്യപ്പെടുന്ന മാനവ സ്നേഹത്തിൽ നിന്ന് ഒരടി പോലും നമ്മൾ പിന്മാറിയില്ല. അതാണ് നമ്മളിവിടെ ഉച്ചത്തിൽ പ്രഘോഷിക്കുന്നത്. ഒരടി പോലും സുവിശേഷം വിട്ടിട്ട് നമുക്ക് മാറാനില്ല, പ്രവർത്തിക്കാനില്ല. ദരിദ്രരെ സുവിശേഷം അറിയിക്കുന്ന ദൗത്യത്തിൽ നിന്ന് ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും നൽകുന്ന ആ സുവിശേഷ വേലയിൽ നിന്ന് ഒരു നിമിഷം പോലും നമുക്ക് മാറി നിൽക്കാൻ ആവുകയില്ല. സന്യാസത്തിന്റെ, സമർപ്പിത ജീവിതത്തിന്റെ, പൗരോഹിത്യ ശുശ്രൂഷയുടെ, അന്മായ അപ്പോസ്തലത്തിന്റെ എല്ലാം അർത്ഥമതാണ്. ഇവിടെ മായരായ ധാരാളം ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുണ്ട്. ഈ കാരണം കൊണ്ടാണ്. ഇതാണ് നമ്മുടെ കരുത്ത്, ഇതാണ് നമ്മുടെ സഭയുടെ ആത്മാവ്. അതുകൊണ്ട് ജയിലിൽ കിടക്കുമ്പോഴും കോടതി നീതി തരുമെന്ന പ്രതീക്ഷയിലാണ് അവർ അവിടെ ആയിരിക്കുന്നത്. അത് സാമാന്യയുക്തി വെച്ച് നോക്കുമ്പോൾ നിഷേധിക്കപ്പെട്ടപ്പോഴും പെടുമ്പോഴും അതിനോടൊന്നും നിഷേധാത്മകമായ വാക്കുകൾ പറയാതെ അവരുടെ ആയിരിക്കുക. ജോൺ ക്രിസോസ്റ്റം പറഞ്ഞു, the prison, for those in the prison, the prison shook to disrupt the mindset of the faithless, to set the prison guard free to proclaim the word of God. നമ്മളുടെ മൈൻഡ് സെറ്റുകളെ, അതിന്റെ ഭിത്തികളെ വലിച്ച് താഴെയിടാനുള്ള വലിയൊരു അവസരം കൂടിയാണ് ഇവരുടെ ജയിൽവാസം, ഇവരനുഭവിക്കുന്ന വേദനകൾ. ആ വേദനയിലാണ് യഥാർത്ഥ സുവിശേഷത്തിന്റെ അടിത്തറ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രണജ്ഞാനം എൽഫോൻസാമയെ കൊണ്ടും പുരാതനമായ ഈ ദേവാലയത്തിന്റെ പൈതൃകം കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ ഈ പള്ളി അങ്കണത്തിലുണ്ട്. അമ്മ നമുക്ക് നൽകുന്ന വലിയൊരു പ്രൊട്ടക്ഷനാണ്. അമ്മ വഴി ഈ സഭയ്ക്ക്, ഈ രാജ്യത്തിന്, സാമ്പത്തിക സഭയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ദൈവാനുഗ്രഹങ്ങളുടെ ഒരു പ്രഘോഷണം കൂടിയാണ് ഇത്.
നമ്മൾ തീവ്രമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടി. അവരുടെ സകലങ്ങളിൽ അവരുടെ ഈശോയെ ആഴത്തിൽ കാണുന്നുണ്ട്. അവരുടെ മോചനം നമ്മുടെ ലക്ഷ്യമാണ്. അവര് പുറത്തു വന്ന് കർത്താവിന്റെ ശുശ്രൂഷയിൽ വീണ്ടും ആഴപ്പെടും എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും വിചാരം. നമ്മുടെ വീട്ടിൽ കൂട്ടത്തിലുണ്ട്, എല്ലാവരുമുണ്ട്, കൊറോണ എല്ലാവരുമുണ്ട്. ഇവിടുത്തെ രണ്ട് വലിയ ശുശ്രൂഷകരെ പ്രത്യക്ഷണം വിചാരിച്ചും അവരുടെ സഹപ്രവർത്തകരും നൂറുകണക്കിന് സമർപ്പിതരും കന്മാരും എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് നിശബ്ദതയായിരിക്കാൻ പറ്റില്ല. ഈ ഒരു വലിയ ജയിൽവാസം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊണ്ടുനടക്കണം. സമർപ്പിതര് മതേതര ഭാരതത്തിന് ആഴവും അർത്ഥവും നൽകുന്നവരാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സമർപ്പിതരെ ലൈറ്റനിങ് അറസ്റ്റ് ഇടിക്കപ്പി എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഇടിവെട്ടുന്നത് പിടിച്ചെടുത്ത് ആ കെട്ടിടത്തിനും ആളുകൾക്കും ഉപദ്രവം ഉണ്ടാകാതെ സംരക്ഷിക്കാനാണ് ലൈറ്റനിങ് അറസ്റ്റ്. അതാണ് സന്യാസം, അതാണ് സമർപ്പിത ജീവിതം, അതാണ് പൗരോഹിത്യ ശുശ്രൂഷ. ഇന്ന് നമ്മളിവിടെ ഒന്നിക്കുമ്പോൾ നമ്മുടെ സഭയിൽ, നമ്മുടെ രാജ്യത്ത് സമർപ്പിത സഹോദരിമാരുടെ പ്രാധാന്യം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. കന്യാസ്ത്രീകളുടെ ജയിൽവാസം അനിശ്ചിതമായി തുടർന്നാൽ കേരള ജനത ഡൽഹിയിൽ പാർലമെന്റിന്റെ മുമ്പിൽ ഒന്നിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതൊരു ഭീഷണിയല്ല. അഗസ്റ്റിൻ പറയുന്നത് പോലെ സുവിശേഷം നമ്മെ നിർബന്ധിക്കുന്നതാണ്. സന്യാസത്തിന്റെ മഹത്വമാണ്, അവരെ സംരക്ഷിക്കുന്ന പാലായുടെ മഹത്വമാണ്. പാല സംരക്ഷിക്കുന്ന ഫോറമാണെന്ന് യാക്കോബായ വലിയ ബാബ നമ്മളെ പഠിപ്പിച്ചു. നമുക്ക് സഭയുടെ ആത്മാംശമായിരിക്കുന്ന ഈ സമർപ്പിതരെ സംരക്ഷിക്കാം. നമുക്ക് പ്രാർത്ഥന തുടരാം. എല്ലാവരും സാധിക്കുന്നവർ ഹെഡ്ഫോൺ ശാലയുടെ കബറുകളിൽ എത്തിയിട്ട് പോകാറുള്ളൂ. നമ്മുടെ പ്രാർത്ഥനയുടെ ഇടയിൽ ഒരു കൊന്ത പൂർത്തിയാക്കിയപ്പോൾ ഇവിടെ 10 മിനിറ്റ് ഒന്നിച്ചു കൂടി എന്ന് പ്രാർത്ഥനയുണ്ട്. നമ്മളെല്ലാവരെയും ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. കേവലം മണിക്കൂറുകൾക്കുള്ളിലുള്ള ഒരു അറിയിപ്പിന് ഇത്ര ശക്തമായ വൈബ്രന്റായ ഒരു സഹകരണം നമ്മൾ എന്നും നൽകുന്നു എന്നതാണ് പറയാനുള്ളത്. നമ്മളെല്ലാവരെയും പരിശുദ്ധ പൊൻസാമയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.